ചെയർമാൻ ശ്രീ ശിവശങ്കരൻ, നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ ജയിത ടീച്ചർക്കും ഞങ്ങളുടെ സ്കൂളിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ നാടിനെ അറിയാമെന്ന പാഠഭാഗത്തിൽ ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു തരാമോ? പഞ്ചായത്തിൽ നിന്ന് ആരെയാണ് സമീപിക്കേണ്ടത്? കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സമീപിക്കേണ്ടത് ഈ ഇരിക്കുന്ന നിങ്ങളെ വാർഡ് മെമ്പർ തന്നെയാണ്. ഓക്കെ, നമ്മൾ മതേതര രാജ്യമാണ്, നമുക്കറിയാം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മളാണ് ജനപ്രതിനിധികളെ, ഗ്രാമപഞ്ചായത്ത് അംഗം തൊട്ട് ഗ്രാമ, ബ്ലോക്ക്, ജില്ല, MLA, MP ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് നമുക്ക് വോട്ടവകാശമുള്ള 18 വയസ്സ് പൂർത്തിയായ വോട്ടവകാശമുള്ള ആളുകൾക്കാണ്. അപ്പോൾ അവിടെയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഗവൺമെന്റും ഒക്കെ. പ്രാദേശിക ഗവൺമെന്റുകളാണ് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളൊക്കെ. ഗ്രാമപഞ്ചായത്താണ് പ്രാഥമികമായിട്ട് നമ്മുടെ പ്രാഥമികമായ ഗവൺമെന്റ്. ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് ത്രിതല സംവിധാനമാണ്. വാർഡ് മെമ്പർ എന്ന നിലയിൽ എന്തെല്ലാം ചുമതലകളാണ് നിർവഹിക്കേണ്ടി വരിക? എല്ലാവർക്കും നമസ്കാരം. പിന്നെ പഞ്ചായത്ത് വാർഡ് മെമ്പർ എന്നതിൽ നമ്മൾ ഒരു വാർഡിൻ്റെ എല്ലാ ചുമതലകളും, അതായത് നിയമപരമല്ലാത്ത എല്ലാ കാര്യങ്ങളും, ജനങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. അതൊക്കെ ഒരു മെമ്പറ് ഫസ്റ്റ് നമ്മൾ ഗ്രാമസഭ കൂടി അതിൽ വന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ട് വാർഡിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഈ ഗ്രാമസഭയിലൂടെയാണ് തീർക്കേണ്ടത്. ഗ്രാമസഭ എന്താണെന്നറിയോ? അതായത് 18 വയസ്സിന് മുകളിലോ അല്ലെങ്കിൽ വോട്ടർമാർ, ഓരോ വാർഡിലും വോട്ടർമാരുണ്ടാവും, വോട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർക്ക് നമ്മുടെ വാർഡിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. കാർഷികപരമായിട്ടും എല്ലാ തരത്തിലും ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. ഇപ്പൊ നമ്മുടെ വികസനങ്ങളൊക്കെ, ഇപ്പൊ റോഡ്, തോട്, ഇപ്പൊ റോഡൊക്കെ നന്നാക്കണം നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കാര്യങ്ങളും അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും അതിലെല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കേണ്ടത് മെമ്പർമാരോട് പറഞ്ഞിട്ട് അവരത് പഞ്ചായത്തിൽ ചെന്ന് അതിന്റെ പ്രസിഡന്റ്, അതിന് മുകളിലുള്ള ആളുകളോട് നമ്മുടെ വാർഡിലുള്ള പ്രശ്നങ്ങൾ പറയും. അത് പരിഹരിക്കാവുന്നതാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് പോവും. ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഒന്ന് വിശദീകരിക്കാമോ? കേരളത്തിൽ മൊത്തം എല്ലാ ഇലക്ഷനും 5 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. അതിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ 3 തരത്തിലാണ്. നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് അടിത്തട്ടിൽ നിന്ന് വരുന്നത് ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മളെ ഓരോ ഞാൻ പറഞ്ഞല്ലോ വോട്ടർമാരുടെ കാര്യം. ആ വോട്ടർമാർ നമ്മളെ ഇലക്ഷന് മത്സരിക്കാൻ നിൽക്കും. അതിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വോട്ട് ചെയ്യാം. ഇനി അത് ആർക്കും നമുക്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നോട്ട എന്നൊരു സംവിധാനമുണ്ട്, അതിൽ ചെയ്യാം. ഇത്ര മാത്രമേ ഉള്ളൂ വോട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.